ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ ക്രമപ്പെടുത്തിയും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോട് ആദ്യമായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനും ഹിദായത്തിലായിരിക്കെ മരിക്കുവാനും ഖബറിലെ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കുവാനും വിചാരണ പോലുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനൊക്കെയുള്ള അപാരമായ തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധ റമളാനിൻ്റെ രാപ്പകലുകൾ ഉപയോഗപ്പെടുത്തി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും റഹ്മാനായ റബ്ബ് ഒന്നൊഴിയാതെ നമ്മിൽ നിന്നും സ്വീകരിക്കുന്നതോടൊപ്പം നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എന്തൊരു പ്രശ്നമാകട്ടെ, പ്രയാസമാകട്ടെ, ആ പ്രയാസത്തിൽ ഒരു ആശ്വാസം കണ്ടെത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് സംവിധാനിച്ചു തന്ന ഒന്നാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഭാര്യയും ഭർത്താവും ഒന്നിച്ചുള്ളൊരു ജീവിതം. ഒരാണാണോ അവൻക്ക് ഒരു പെണ്ണില്ലാതെ ജീവിക്കാൻ കഴിയില്ല. കാരണം അവൻ്റെ പ്രയാസങ്ങളൊക്കെ ഒരു 100 ആണിനോട് ഷെയർ ചെയ്താൽ പരിഹാരമാകാത്തത് ഒരു പെണ്ണിനോട് ഷെയർ ചെയ്താൽ ആകുന്നതാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഒരു 100 പെണ്ണിനോട് അവരുടെ പ്രയാസങ്ങളും പരിവട്ടങ്ങളും പങ്കുവെച്ചാൽ കിട്ടാത്ത ഒരു ആശ്വാസം ഒരു ആണിനോട് പങ്കുവെച്ചാൽ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഒരു പ്രായവും സമയമൊക്കെ ആകുമ്പോൾ ഈ മനസ്സറിയുന്ന റഹ്മാനായ റബ്ബ് നമ്മിൽ തന്നെയുള്ള ഒരു ഇണയെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലിയ അത്ഭുതമാണ് ഇണയും തുണയും ഒത്തുള്ള ജീവിതം എന്നാണ്. കാരണം കല്യാണം കഴിയുന്നവരെ തീർത്തും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലും സന്ദർഭത്തിലൊക്കെ ജീവിച്ച 2 ആളുകൾ ഒരു രാത്രി സംഗമിക്കുന്നതോടുകൂടെ പിന്നീട് ഒരിക്കലും പിരിയാൻ പറ്റാത്ത അത്രയും വലിയമുള്ള ആഴമുള്ള ബന്ധത്തിലേക്ക് പോകുന്നതിൻ്റെ പിന്നിൽ റഹ്മാനായ റബ്ബാണ് എന്നാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. വലിയൊരു ദൃഷ്ടാന്തമാണെന്നാണ്. അല്ലാഹ് ഉണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്
ഇതുവരെ പരിചയമില്ലാത്ത രണ്ടാളുകൾ ഒറ്റ രാത്രിയോടുകൂടെ സംഗമിച്ച് പിന്നീട് പിരിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നത് എന്നാണ്. എന്തിനാണ് റഹ്മാനായ റബ്ബ് അങ്ങനത്തെ ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിയമം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്? അള്ളാഹ് ഉടനെ തന്നെ പറഞ്ഞു, ലിത്തസ്കുനു ഇലൈഹ, ശാന്തിയും സമാധാനവും കണ്ടെത്താനെന്നാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ അവരുടെ ഇണകളോട് കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ കിട്ടുന്നൊരാശ്വാസം ലോകത്താരോട് പറഞ്ഞാലും കിട്ടില്ല എന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് റഹ്മാനായ റബ്ബ് നമുക്കത് നൽകിയത് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളോട് പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഗത ഫൽയതസവ്വജ്. നിങ്ങൾക്ക് ഒരു പെണ്ണിനെ പോറ്റാനുള്ള ശാരീരിക സാമ്പത്തിക ക്ഷമത എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വേഗം ഒരു വിവാഹത്തിലേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞതും പ്രഖ്യാപിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ഖൈറുണ്ട് എന്നുള്ളതാണ് സഹോദരങ്ങളെ. പക്ഷേ വിവാഹ ജീവിതത്തിലേക്ക് പലപ്പോഴും കാലെടുത്ത് വെച്ചു എന്നതാണ് ചില ആളുകൾക്കെങ്കിലും ഉള്ള സമാധാനം കൂടി പോകാൻ കാരണമായിട്ടുള്ളത്. ആലോചിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ വെച്ച ലക്ഷ്യത്തിന് നേരെ വിപരീതത്തിലാണ് ചില ആളുടെയെങ്കിലും ദാമ്പത്യ ജീവിതം നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം? അള്ളാഹ്ക്ക് പാളിയതാ? അള്ളാഹ്ക്ക് തെറ്റിയതാ? അള്ളാഹ്ക്ക് തെറ്റൂലല്ലോ, അള്ളാഹ്ക്ക് പാളൂലല്ലോ. പാളിച്ചകൾ നമുക്കാണ്. ഇപ്പം കല്യാണം കഴിച്ചു എന്നതുകൊണ്ട് ഒരു സുഖവും സന്തോഷവും കണ്ടെത്താൻ പറ്റുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് കല്യാണം കഴിച്ചാൽ അതുവരെ ഇല്ലാത്ത വലിയ ഉത്തരവാദിത്വം ആണാകട്ടെ പെണ്ണാകട്ടെ അവൻ്റെ തലയിലേക്ക് വരുന്നുണ്ട്. ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ശരിയാവണ്ണം പഠിച്ചും മനസ്സിലാക്കിയും അള്ള പറഞ്ഞ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഒരു ഭർത്താവാകാൻ കഴിഞ്ഞാൽ, അള്ളാൻ്റെ റസൂൽ വിശദീകരിച്ച ഒരു ഭാര്യയാകാൻ കഴിഞ്ഞാൽ അവർക്കാണ് സമാധാനം കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു ഭാര്യയും ഭർത്താവുമാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ഭർത്താവിനോട് വിശുദ്ധ ഇസ്ലാം ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഭാര്യമാരോട് ചില കനപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതൊക്കെ നമ്മളോട് ആത്മാർത്ഥമായി കൊണ്ട് വിലയിരുത്തുക. ഞാൻ എൻ്റെ ജീവിതം അള്ള പറഞ്ഞ റൂട്ടിലൂടെയാണോ? ആണുങ്ങളും ചിന്തിക്കണം, പെണ്ണുങ്ങളും ചിന്തിക്കണം. നമ്മളൊക്കെ ഒരു അല്പനേരം ഒരു വിചാരണയുടെ കോടതിയിൽ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. അള്ളാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഭർത്താവാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം ഭാര്യയെക്കുറിച്ച് ഒരു ഭർത്താവിന് പ്രയാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നം എവിടെ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭാര്യയായിട്ടില്ല എന്നുള്ളതാണ്. ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം എവിടെയുള്ളൂ? അവൻ അള്ളാൻ റസൂൽ പറഞ്ഞൊരു ഭർത്താവായിട്ടില്ല എന്നുള്ളതാണ്. എങ്കിൽ സഹോദരങ്ങളെ, അങ്ങനെയാകാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം പരിഗണന കൊടുക്കേണ്ട ചില കാര്യങ്ങൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ എണ്ണിക്കൊണ്ട് നമ്മൾ പഠിപ്പിച്ചു. ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഭർത്താവിനായതുകൊണ്ട് തന്നെ, കുടുംബത്തിലെ നാഥൻ ആണായതുകൊണ്ട് തന്നെ ആണിനോട് ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആകേണ്ടത് ഒരു മാതൃകാ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭർത്താവിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് മാന്യതയാണ്. മാന്യമായ പെരുമാറ്റമാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. റഹ്മാനായ റബ്ബ് പറയുന്നു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ എന്നാണ്. ചില ആളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, മൂപ്പര് ഭയങ്കര ഉഷാറാണ്, നല്ല സ്വഭാവമാണ്, പുറത്തൊക്കെ ഭയങ്കര പേരാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്, പക്ഷെ വീട്ടിലെത്തിയാൽ ആൾ വേറൊരു ടൈപ്പാണ്. അവനെക്കുറിച്ചല്ല അള്ളാഹു റസൂൽ പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ അരികിലേക്ക് വന്ന, ലോകത്തിൽ ഒരാളുടെ മുമ്പിലും കാണിക്കാത്തത് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്ന, നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, ഇണയോട് മാന്യമായി കൊണ്ട് പെരുമാറാൻ കഴിയാത്ത ഒരാളുടെ ബാക്കിയുള്ള മാന്യതകൾ മുഴുവനും നാട്യങ്ങളാണെന്നുള്ളതാണ്. അത് കേവലം അഭിനയമാണ്. ഉള്ളിൽ തട്ടിയുള്ള സ്നേഹമുണ്ടോ
അത് വരേണ്ടത് തനിക്ക് വേണ്ടി ജീവിക്കുന്ന തൻ്റെ പാതിയായ റഹ്മാനായ റബ്ബ് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ആ കുടുംബത്തിലെ ആളുകളോട് ഏറ്റവും മാന്യമായി കൊണ്ട് പെരുമാറാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ്. സഹോദരന്മാരെ, ഭർത്താക്കന്മാരെ, നമ്മുടെ ഭാര്യമാർ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് കൃത്യമായി കൊണ്ട് പഠിച്ചിരിക്കണം. ഞാൻ ഇപ്പോൾ ഒരു പേപ്പറും പേനും തരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യമാർ നമ്മിൽ നിന്നും ആഗ്രഹിക്കണമെന്ന് എഴുതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ എഴുതുക? ചില ആളുകൾ എഴുതും പിന്നെ ചുരിദാർ വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം, അല്ലേ? അങ്ങനെ ചില ഭൗതികപരമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. അതിനൊക്കെ അപ്പുറത്ത് ഒരു ഭാര്യ ആഗ്രഹിക്കണം എന്താണെന്നറിയോ? ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെ പരിഗണനയാണ്. സാധാരണഗതിയിൽ ആണുങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അനക്ക് എന്തിൻ്റെ കുറവാ? നിനക്ക് എന്തിൻ്റെ കുറവാ? അനക്ക് നേരത്തിന് ഭക്ഷണം ഞാൻ തരുന്നില്ലേ? ഓരോ പെരുന്നാൾക്കും ഡ്രസ്സ് എടുത്ത് തരുന്നില്ലേ? അല്ലേ? ചിലവ് ഞാൻ അയച്ചു തരുന്നില്ലേ? ഇതൊക്കെ തന്നെ ഒരാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതൊക്കെ ഒരാണ് ചെയ്യണം. പക്ഷെ അതിനും അപ്പുറത്ത് ഇതൊക്കെ ഒരാൾ കൊടുക്കണമെന്ന് കൂട്ടുക, ഇതെല്ലാം മേൽക്കുമേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടുക. പക്ഷെ ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ പരിഗണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു ഭാര്യ ഒരു ഭർത്താവിൽ നിന്നും ആദ്യമായി കൊണ്ട് ആഗ്രഹിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ പരിഗണനയും സ്നേഹവുമാണ്. ഒന്നുമില്ല, പരിഗണന എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമൊന്നുമല്ല. അവർ ചെയ്യണ എല്ലാ നന്മകളെയും പുകഴ്ത്താൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഒരു കറി ഉണ്ടാക്കി തരുമ്പോൾ ചില ആളുകളെങ്കിലും, സുഹൃത്തുക്കളെ, ചില ആണുങ്ങൾക്കെങ്കിലും എന്തെങ്കിലും രണ്ട് നെഗറ്റീവ് പറയാതെ, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്താതെ ഭക്ഷണം ഇട്ട് തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത ചില മനുഷ്യന്മാരുണ്ട്. വല്ലാത്ത ദുരന്തമാണ് അവരുടെ ജീവിതമൊക്കെ, വല്ലാത്ത ദുരന്തമാണ്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ടത് എന്താണ് ആയിഷോ ഇനി ഇവിടെ കൂട്ടാനുള്ളത്? ഒന്നുമില്ല, ആകെ കുറച്ച് സുർക്കയുള്ളത്. സുർക്കുണ്ടല്ലേ, സുർക്കമുന്തിയ കൂട്ടാന്ന് പറഞ്ഞു. സുർക്കമുന്തിയ കൂട്ടാൻ അല്ലേ? എന്തൊക്കെ ഉണ്ടാകുമ്പോഴും അതിന് വേറൊരു പോസിറ്റീവ് ആംഗിളിലൂടെ കണ്ടതായിരുന്നു നമ്മുടെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരുടെ ആ ഒരു കഷ്ടപ്പാടിന് വിലമതിക്കാൻ നമുക്ക് കഴിയണം. എന്തുണ്ടായിക്കഴിഞ്ഞാലും ഉഷാറായിട്ടുണ്ടെന്ന് പറയാം. ഇനി ഉഷാറായിട്ടില്ല ഒന്നും പറയണ്ട. ചില ആളുകൾ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിങ്ങനെ പറയും, ഉഷാറായിട്ട് മുണ്ടൂല. അത് ഏതായിരുന്നാലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, പ്രയാസത്തിൽ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പരിഗണന എന്ന് പറയുമ്പോൾ എന്താ? അവരുടെ നന്മകളെ പുകഴ്ത്തലാണ്. അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കലാണ്. ഇപ്പം നമുക്കൊരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ കട്ടുമ്മ കയറി കിടക്കുക, ഒന്നും അവിടെ നിലക്കൂല. പക്ഷെ ഒരു ഭാര്യ കടന്നു നോക്കേണ്ടി അല്ലേ? ഒരു ഭാര്യ ഒരു ദിവസം കടന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ പോലും കഴിയില്ല. എത്ര ദിവസം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കും? ഒരു 4 ദിവസം കഴിച്ച് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം അത് സ്റ്റക്കാവും. പിന്നെ അതും തീരുമാനമാവും. പിറക്കം പറ്റാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഒരാര് കൺട്രോൾ ചെയ്യും? ഒരു സ്നെഗ്ഗി എങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് പോലും അറിയാത്ത മനുഷ്യന്മാരുണ്ട്. കുട്ടിക്ക് എങ്ങനെയാണ് സ്നെഗ്ഗി ഇട്ട് കൊടുക്കാമെന്ന് പോലും അറിയാത്ത ആണുങ്ങളുണ്ട്. ആലോചിക്കും. അതുകൊണ്ട് എന്താ അറിയുള്ളൂ, വീടങ്ങോട്ട് നിലക്കും. ഒരു പെണ്ണങ്ങോട്ട് കടന്നാൽ ആ വീടങ്ങോട്ട് നിലക്കും. പക്ഷെ എന്നിട്ട് പോലും പരിഗണിക്കാതെ അവിടെ പോയി എന്തെങ്കിലും തലവേദനയോ ഒരു ഉരവേദനയോ ഒക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ചില ആളുകൾക്കെങ്കിലുമുള്ള ധാർഷ്ട്യം എന്തെന്നറിയോ? അവൾക്ക് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും വീട്ടിൽ നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് പ്രോപ്പറായിക്കൊണ്ട് നടക്കണം. നേരത്തിന് ഭക്ഷണം ഉണ്ടാകണം, വസ്ത്രം അലക്കപ്പെടണം, വീടും പിന്നെ ഉള്ളും പുറക്കം എന്തൊക്കെ ഉഷാറായി വൃത്തിയാക്കപ്പെടണം, അല്ലേ? അവൾക്കത് കഴിയുമോ എന്നൊരു ചിന്തയില്ല. അത് ഏതായിരുന്നാലും ശരിയല്ല എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അവൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രയാസമുണ്ട്, പ്രത്യേകിച്ച് ഈ മെൻസസിൻ്റെ സമയത്തൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ മാനസികപരമായിക്കൊണ്ട് ശാരീരികമായിക്കൊണ്ട് അവർ അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനൊക്കെ ഒരു ആണിനെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ അവർ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ പ്രയാസം ഉണ്ടല്ലേ, സാരല്ല എന്ന് പറഞ്ഞൊന്ന് മുതുകത്തും തട്ടാനും ശിരസിലൂടെ ഒന്ന് കൈ ഓടിക്കാനും പറ്റുമെങ്കിൽ ചുംബനം കൊടുക്കാനും നമുക്ക് കഴിഞ്ഞോ? അതൊക്കെയാണ് ഏറ്റവും മാന്യത, അതൊക്കെയാണ് ഏറ്റവും വലിയ പരിഗണന എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നെന്നറിയോ? ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഈ പെണ്ണുങ്ങളുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഒന്നും കാര്യമായിട്ട് ചിലപ്പോൾ പറയൂല. അവരോടൊക്കെ മനസ്സിലുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് കണ്ടറിഞ്ഞ് ചെയ്യട്ടെ എന്നാണ്. നമുക്കുള്ള തകരാറ് എന്താണെന്നറിയോ? നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവരെന്താ ആഗ്രഹിക്കണമെന്ന് മനസ്സിലാവില്ല. അവരിപ്പോൾ എന്താ ആഗ്രഹിക്കണം നമ്മൾ മനസ്സിലാവില്ല. നമ്മൾ വലിയ സംഭവം കൊണ്ട് കൊണ്ടുകൊടുക്കും, നേർ വിപരീതത്തിലേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ടാകുക. അപ്പോൾ പരമാവധി കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്, അല്ലേ? ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ ഈ നിയമത്തൊന്നും അറിയില്ല. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഫുൾ ടൈം നമ്മൾ വീട്ടിൻ്റെ സ്ട്രെസ് ഒന്നും നമുക്കറിയില്ല. നമ്മൾ പുറത്തൊക്കെയാണ്. നൈറ്റുകൾക്കൊന്ന് പുറത്തു പോകണമെന്നുണ്ടാവും. ആഴ്ചയിലൊരിക്കലോ ഒരു മാസത്തിൽ 2 തവണയൊക്കെ പുറത്തു പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. നമ്മൾ ആ അടുപ്പിൻ്റെ അണിയൊന്നും ആ സിറ്റ് ഔട്ടൊന്നും ആ ഡൈനിങ് ഹാളൊന്നും അവർക്കൊരു ലോകം നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ? അതാരെ പുറത്തു കൊണ്ടേണ്ടത്? അള്ളാഹിൻ്റെ റസൂല് പറയാണ്, വീട് വിട്ട് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനോട് ചോദിക്കണം എന്നാണ്.
ഭർത്താവിന് ഇതിനെക്കുറിച്ചൊരു അന്തമില്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞില്ല കഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുണ്ടാകാൻ പാടില്ല. അവളുടെ മനസ്സെന്താണ്, എന്താണ് നമ്മളുടെ ആഗ്രഹം എന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അത് പരമാവധി നിറവേറ്റാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. മറ്റൊന്നെന്താ അറിയാം, നിങ്ങൾ പരിഗണന എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസങ്ങൾ നമ്മളോട് പറയുമ്പോൾ ഒരു പ്രതീക്ഷ കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് പ്രതീക്ഷകൾ കൊടുക്കാൻ പറ്റുക. ചിലപ്പോൾ ഈ വീടില്ലാത്ത പ്രയാസം ഉണ്ടാവും, വാടക വീട്ടിലായിരിക്കും. നമ്മൾ ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ അത്ര ഇടങ്ങറുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു ചിലപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിലൊക്കെ ജീവിക്കുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന കുറേ പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്, സ്വകാര്യ പ്രയാസങ്ങളുണ്ട്. അത് അവർക്കേ അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളോട് പങ്കുവെക്കുമ്പോൾ പിന്നെ ചില ആളുകളെങ്കിലും ഒരു കട്ട് ആൻഡ് റൈറ്റ് വർത്താനാണ്, ഒരൊറ്റ മുറിക്കലാണ്. പറ്റുമെങ്കിൽ നിന്ന മതിലിന് വിട്ടോന്നാണ്. എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ, എനിക്കിന്നതൊക്കെ പറ്റുള്ളൂ. ശരി, നിനക്കതേ പറ്റുള്ളൂ, അത് അവൾക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു പ്രതീക്ഷ പറഞ്ഞൂടെ, റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞൂടെ, ഇൻഷാ അല്ലാഹ് ഞാൻ പരമാവധി ശ്രദ്ധിക്കാം, ഞാൻ പരമാവധി പരിശ്രമിക്കാം, ഈയും പ്രാർത്ഥിക്ക്, ഞാൻ പരിശ്രമിക്കാം, റബ്ബൊരു വഴി കാണിച്ചു തരും. അതൊരു പ്രതീക്ഷയാണ് സുഹൃത്തുക്കളെ. നേരത്തെ പറഞ്ഞ അത്രയും കൂടിയും വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഡയലോഗ് അടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച പദം പോലും നമ്മൾ പ്രയോഗിച്ചിട്ടില്ല. അത്രയൊന്നും സമയം പോലും നമ്മൾ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാകും, ഇൻഷാ അല്ലാഹ് റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നത് ഒരു സ്വപ്നം കൊടുക്കലാണ്, ഒരു പ്രതീക്ഷ കൈമാറലാണ്. അല്ലെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർത്താണ്ട് പറയുന്നതോടുകൂടെ എന്തായി, പിന്നെ ഒരു പ്രതീക്ഷയല്ല മൂപ്പരുടെ വിഷയത്തിൽ. അതിനിപ്പോൾ കല്ലിനോട് പറയാം അതിനേക്കാൾ നല്ലത് എന്നൊരവസ്ഥയിലേക്ക് നമ്മളെക്കുറിച്ച് ഒരു പെണ്ണിൻ്റെ മനസ്സിൽ വീണ് കഴിഞ്ഞാൽ അതൊരു പ്രയാസമാണ് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, നമ്മുടെ ഭാര്യമാർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിൽ കൂടെ ഉണ്ടാകാൻ നമുക്ക് കഴിയണം. അവരുടെ ഹലാലായ ആവശ്യങ്ങളുണ്ടാവും അല്ലേ? ചിലപ്പോൾ ഒരു പഠനം പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓരോ പിന്നെ വയസ്സിനും അവസ്ഥകൾക്കനുസരിച്ചുണ്ടാകും. അതൊക്കെ നമുക്ക് കഴിവിൻ്റെ പരമാവധി ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശ്രമിക്കുക, ഞാനുണ്ട് എൻ്റെ കൂടെ എന്നൊരു വർത്താനം പറഞ്ഞാൽ മതി എന്നാണ്. അത് വല്ലാത്തൊരു പരിഗണനയാണ്. മറ്റൊന്ന്, ഒരു പെണ്ണ് ആഗ്രഹിക്കണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളത്. ഇന്ന് ഈ മൊബൈലും കൂടെ വന്നതോടുകൂടെ ആകെ നഷ്ടപ്പെടുന്ന അവിടെയാണ്. ലി തസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞ് അല്ലേ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ അവൾക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്. നമ്മളൊന്ന് വന്നിട്ട് വേണം അതൊക്കെ ഒന്ന് പറയാനൊന്ന് കരുതിലേക്ക് നിൽക്കുന്നുണ്ടാകുക. അപ്പം അതിനൊരു സമയമില്ലാതെ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ കഴിയാതെ സുഹൃത്തുക്കളെ, നമ്മൾ പിന്നെ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ ജോലിൻ്റെതായ പ്രയാസങ്ങൾ, അതിൻ്റെ സ്ട്രെസ്സ്, അവിടെ ടൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കണില്ല ഇതാക്കണില്ല, ഓക്കെ. എന്നാൽ പെരേക്ക് വന്നാലെങ്കിലും ഒരു സമയം കൊടുക്കാൻ, കുട്ടികളൊപ്പം ഇരിക്കാൻ, ഭാര്യയോടൊപ്പം ഇരിക്കാൻ, അവരുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ, അവരുടെ സന്തോഷത്തിലൊക്കെ ഒന്ന് കൂടെ നിൽക്കാൻ ഒരു നല്ലൊരു സമയം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, അവരുടെ പ്രയാസങ്ങൾ കേൾക്കണം എന്നാണ്, പരിഹരിച്ചു കൊടുക്കണം എന്നല്ല പറഞ്ഞ്, കേൾക്കാൻ നമുക്ക് കഴിയണം എന്നാണ്. ഈ സഹോദരിമാർ കുറേ കാര്യങ്ങൾ പറയും. ഈ പറയുമ്പോൾ അവർക്ക് തന്നെ അറിയാം ഇതൊക്കെ പറയണത് നാളത്തെ പ്രഭാതത്തിൽ ഇതൊക്കെ ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ടല്ല. ഇത് നമ്മളോട് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, ഒരു ആണിനോട് പറയുമ്പോൾ വേറെ നാട്ടിനോട് പറയാൻ പറ്റുമോ? അയൽവാസിയായ ഒരു ആണിനോട് പറയാൻ പറ്റുമോ? സഹോദര, നമ്മളോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവളോട് പറയാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മളോട് പറയാനേ അവൾക്ക് ലൈസൻസ് ഉള്ളൂ. ഇപ്പം നമ്മൾ അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനുള്ള സമയം കൊടുക്കുന്നില്ല എങ്കിൽ ഈ തക്കമൊക്കെ പാത്തി ഈ അവസരങ്ങളൊക്കെ മുതലാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ചില കണ്ണുകളുണ്ട്. അതിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ അറിയോ, കേട്ടു കൊടുക്കുക എന്നുള്ളതാണ്, പരിഹരിക്കുക എന്നുള്ളതല്ല, വെറുതെ കേട്ടു കൊടുത്താൽ മതിയാവും. ഇൻഷാ നമുക്ക് ശരിയാക്കാം എന്നൊരു വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പരിഗണന ആയിക്കൊണ്ട് തോന്നുകയാണ്. പിന്നെ നന്നായിക്കൊണ്ട് സംസാരിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഈ സഹോദരിമാർ പൊതുവേ ഈ സംസാരപ്രിയരാണ്. അവർക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കുഴങ്ങൂല. പക്ഷെ ആണുങ്ങൾ പൊതുവേ സംസാരത്തിൽ അത്രയും അങ്ങോട്ട് പിന്നെ ഉഷാറില്ലാത്ത ആളുകളായിരിക്കും. അത് ആണുങ്ങളുടെ ഒരു പ്രകൃതിയാണ്. പെണ്ണുങ്ങൾക്കാണെങ്കിൽ എത്രയും നേരം സംസാരിക്കാനും ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലേ? ഇപ്പോൾ ഒരു കല്യാണ പേരിൽ പോയൊക്കെ ഉണ്ട്, ആണുങ്ങളുടെ ഭാഗത്ത് വലിയ സൗണ്ടൊന്നും ഉണ്ടാവില്ല, സഹോദരിമാരുടെ ഭാഗത്തോ ഇങ്ങനെ കേൾക്കുക കുറേ സംസാരങ്ങൾ. അത് അവരുടെ ഒരു പ്രകൃതിയാണ്. ഇനി അതൊക്കെ കഴിഞ്ഞാൽ നീച്ചുമ്പോൾ പറയും ബാക്കി നമുക്ക് നാളെ പറയട്ടോ പറയും അല്ലേ? അത് തീരൂല. അപ്പോൾ എന്താ അറിയോ, അതിൻ്റെ ഒക്കെ ഒരു മിനി വേർഷൻ നമ്മളോട് ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നൊരു തെറാപ്പി ഉണ്ടെന്നാണ്, തെറാപ്പി ഉണ്ടെന്നാണ്. എന്താ തെറാപ്പി? അങ്ങനെ ഉണ്ടോ? അത് ശരി, അതല്ലേ, ഇത് മതിയോ, നമുക്കത്രേ കഴിയുള്ളൂ. യെസ്, എങ്ങനെയെങ്കിലും അവരുടെ സംസാരങ്ങൾ കേൾക്കാനും അവരോട് സംസാരിക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എന്തെങ്കിലും തെറ്റുകളോ അബദ്ധങ്ങളോ കണ്ടാൽ മാന്യമായും രഹസ്യമായും തിരുത്തുക എന്നുള്ളതാണ്.
ചില ആണുങ്ങൾക്കെങ്കിലും വന്നൊരു അബദ്ധമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താലുള്ളതിൻ്റെ ഒരു ആണിൻ്റെ ഒരു ഉശിരുണ്ടാകുള്ളൂ എന്നൊരു ധാരണ ഉണ്ട്. എന്താ, 4 ആളുടെ മുമ്പിൽ ഒന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ ഞാനൊരു ആണാകൊള്ളുന്നു എന്ന് എവിടെ നിന്നോ ഒരു തലതിരിഞ്ഞ സിദ്ധാന്തമൊക്കെ മനസ്സിൽ കയറ്റിവെച്ചതുണ്ട്. സുഹൃത്തുക്കളെ, ശരിയല്ല. ഒരാളുകളോടും പരസ്യമായിക്കൊണ്ട്, സുഹൃത്തുക്കളെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ ഒരാളുടെ തെറ്റ് പരസ്യമായിക്കൊണ്ട് തിരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് കാണിച്ച നസീഹത്തല്ല, അദ്ദേഹത്തെ വഷളാക്കലാണെന്നാണ്. അതുകൊണ്ട് അതിനുള്ളതാണ് നമ്മൾ ബെഡ്റൂമിലെത്തുമ്പോൾ ഇയ്യാ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണ്ടേ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ഇന്ന ആളത് ഇങ്ങനെ കരുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഒരു മാന്യമായി, ഒരു ആത്മാർത്ഥതയോടുകൂടെയുള്ള, ഒരു ഗുണകാംക്ഷയോടുകൂടെയുള്ള തിരുത്തലാണ് പെണ്ണുങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, പരിഗണന എന്ന് പറയുമ്പോൾ എത്ര കണ്ട ആളുകൾ ശ്രദ്ധിക്കുന്ന അറിയില്ല. ശാരീരിക ബന്ധം നടക്കുന്ന സമയത്ത് അവർ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു പരിഗണന ഉണ്ട്. പലപ്പോഴും സുഹൃത്തുക്കളെ, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണും പെണ്ണെന്ന് പറഞ്ഞ രണ്ട് ധ്രുവങ്ങളാണ്. വളരെ വ്യത്യാസം അതിനുണ്ട്. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ, ദാമ്പത്യ രംഗത്തെ ഇത്തരം ബെഡ്റൂം ഇഷ്യൂസ് ഒരാളോടും പറയാൻ പറ്റൂല. ആ കരഞ്ഞ തലയണം ഇങ്ങനെ കടിച്ചിങ്ങനെ കരഞ്ഞ് കണ്ണീര് വാർക്കുക എന്നതല്ലാതെ ഒരു മനുഷ്യനോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? ആണുങ്ങളാണ് ആ ഒരു രംഗത്ത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കാര്യങ്ങൾ വേഗത്തിൽ അവസാനിക്കും. ഞാൻ സൂചനകളാണ് പറയുന്നത്, നിങ്ങൾ ചിന്തിച്ചോളി. നമ്മുടെ കാര്യങ്ങൾ വേഗത്തിൽ അവസാനിക്കും. എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെയാകൂല. അത് അവർക്കൊരു ടൈമിംഗ് ഉണ്ട്. ആ സംഗതികളൊക്കെ വളരെ മനോഹരമായി നമ്മളൊന്ന് ക്ഷമിച്ച് അവരുടെയും കൂടി താല്പര്യം കണക്കിലെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനപ്പുറത്ത് അതിനവർക്ക് സാധിക്കുമോ എന്നൊക്കെ ഒന്ന് നോക്കിയും മനസ്സിലാക്കിയും അവരെ ആ നിലയ്ക്ക് ശാരീരികപരമായി മാനസികപരമായി കൊണ്ടും ഒന്ന് പരിഗണിക്കുക എന്നുള്ള കൂടെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകളൊക്കെ ഈ ലൈംഗിക ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും അടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച വല്ലാത്തൊരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ. അത് ദാഹം പോലെ, അതേപോലെ തന്നെ വിശപ്പ് പോലെ ലൈംഗിക ദാഹം എന്നുള്ളത് റഹ്മാനായ റബ്ബ് വെച്ചതാണ്. അതിൻ്റെ പിന്നിലൊരു ഹിക്മത്ത് ഉണ്ട്. അതെന്താ? ആ ശാരീരിക ബന്ധം നടക്കുന്നിടത്ത് മനസ്സുകൾക്ക് അടുക്കാൻ കഴിയണമെന്നാണ്. അതിന് അതിൻ്റെതായ രീതിയും കാര്യങ്ങളുമുണ്ട്. അത് ഇരുകൂട്ടരും ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് അത് നടന്നാൽ പിന്നീട് വെറുപ്പാണ് ഉണ്ടാവുക. ആ അവസ്ഥയിലേക്ക് പോയാൽ പ്രിയപ്പെട്ടവർ അത് ശരിയല്ല നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ രംഗത്ത് കൂടെ അവർക്ക് പരിഗണിക്കാൻ കഴിയണം എന്നുള്ളതാണ്. പിന്നെ ഒരാണ് കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സംരക്ഷണം എന്നുള്ളത്. ഒന്ന് പറഞ്ഞു പരിഗണനയാണ്, 2 സംരക്ഷണമാണ്. അല്ലേ? നീ ധരിക്കുന്നുണ്ടെങ്കിൽ അവളെയും കൂടി ധരിക്കുക എന്ന് പറഞ്ഞല്ലോ, അത് വല്ലാത്തൊരു സംരക്ഷണമാണ്. ഒരു ആണുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അത് നമ്മിലൂടെ നമ്മുടെ ഭാര്യമാർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ഉത്തരവാദിത്വത്തിലുള്ള നമ്മുടെ ഭാര്യ നമ്മുടെ വീട്ടിൽ മറ്റുള്ളവരെ കൊണ്ട് വേട്ടയാടപ്പെടുന്നത് നോക്കി നിൽക്കുകയല്ല വേണ്ടത്. ഇടപെടേണ്ട പോലെ ഇടപെടാൻ നമുക്ക് കഴിയണം. അല്ലേ? ഇടപെടേണ്ട പോലെ ഇടപെടാൻ നമുക്ക് കഴിയണം. അതിൻ്റെ അർത്ഥം കുടുംബബന്ധം വിച്ഛേദിക്കണമെന്നല്ല. പക്ഷെ അവിടെ നമ്മളൊരു സംരക്ഷണം അവർക്ക് ഏർപ്പെടുത്തണം. ഇനി ഒന്നുമില്ല, നമ്മൾ നിസ്സഹായാവസ്ഥനാണോ അതവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് ഒരാണിൻ്റെ ഏറ്റവും വലിയ അഴക് എന്ന് പറയുന്ന സുഹൃത്തുക്കളെ, ഉത്തരവാദിത്വ മനോഭാവമാണ്. ചില ആളുകളെങ്കിലും എന്താ കണ്ടത്, തടിക്കണ പിടിക്കണ കേസ് വരുന്ന സമയത്ത് മെല്ലെ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടാക്കും. പിന്നെ അത്യാവശ്യ ചിലവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എല്ലാം നൈസായിട്ട് കഴിഞ്ഞിട്ടും പിന്നെ ഇവരിങ്ങനെ അവിടെ നിന്ന് റിസീവ് ചെയ്യാൻ ഒരു പോക്കാ. അതിന് ഭർത്താവ് എന്ന് പറയില്ല, അതിന് യൂണിയൻകാരെന്നോ അല്ലെങ്കിൽ പോർട്ടർമാരെന്നോ വേറെ എന്തെങ്കിലും നമുക്ക് പറയാം. അതിന് ഇസ്ലാം പഠിപ്പിച്ച ഭർത്താവ് എന്ന് പറയില്ല സുഹൃത്തുക്കളെ. കുടുംബജീവിതത്തിൽ ആണിന് മേൽക്കോയ്മ റഹ്മാനായ റബ്ബ് തന്നത് എന്തിനാണെന്നറിയോ? നമ്മളാണ് ആ കുടുംബത്തിന്റെ ഇന്ധനം എന്നതുകൊണ്ടാണ്. നമ്മളാണ് ആ കുടുംബത്തിന് ചെലവ് നടത്തുന്നതുകൊണ്ടാണ്. പിന്നെ ചെലവിൻ്റെ വിഷയം എത്തുമ്പോൾ അകാരണമായിക്കൊണ്ട് പിശുക്കുന്ന ചുളിവിൽ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ മണ്ടക്കെട്ടുകൊടുത്തുകൊണ്ട് അവിടെ നിന്ന് കഴിച്ചിലാണ് രൂപം. ഒരു ആണിന് ചേർന്നതല്ല. ഒരു പെണ്ണിൻ്റെ മനസ്സിൽ ആണിൻ്റെ സകലമാന വിലയും നഷ്ടപ്പെടാൻ ഇതിനോളം വലിയൊരു വേറൊരു വിഷയമല്ല. ഒരു പെണ്ണ് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വേറൊരാളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ പറ്റൂല. നമ്മൾ ആ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്നറിയോ, അവളുടെ വില അറിയാന്നുള്ളതാണ്. പലപ്പോഴും അവളുടെ അധ്വാനത്തിന് വിലയില്ല. അല്ലേ? അവളുടെ വില അറിയണമെങ്കിൽ വേറെ ഒന്നുമില്ല, അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ അവളെ മാറ്റിയിട്ട് വേറൊരാളെ ജോലിക്ക് നിർത്തിയാൽ മതി. എന്നിട്ട് ആ ചെയ്യണതിനൊക്കെ ഓരോ ശമ്പളം നമ്മൾ നിശ്ചയിച്ചാൽ മതി.
ചിലപ്പോൾ നമ്മൾ പറ്റുന്ന സാലറിൻ്റെ ഇരട്ടി ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലേ? ഇരട്ടി നമ്മൾ കൊടുക്കേണ്ടി വരും. അതൊരു ദിവസം നിലക്കുമ്പോഴാണ് കൂട്ടരെ അവളുടെ വില നമ്മൾ അറിയുള്ളൂ. ഇനി അവളില്ല, ഇതുവരെ നിനക്ക് ശല്യമായിരുന്നു, ഇക്കാക്ക എന്ന് പറഞ്ഞ് നിനക്ക് വന്ന ഫോൺ കോളുകൾ നീ ഒരു മുഖം ചുളിച്ചായിരുന്നു അതുവരെയും എടുത്തതെങ്കിൽ ഇനി അവളുടെ ഫോൺ നിനക്ക് വേണ്ടി റിങ് ചെയ്യില്ല. അവൾ ആ മഹല്ലിലെ 6 അടി മണ്ണിൽ ഇപ്പോൾ അന്തിവിശ്രമം കൊള്ളുന്ന ഒരു ഘട്ടമെത്തുമ്പോഴാ പ്രിയപ്പെട്ടവരെ അവളുടെ ആ ഒരു വില നമ്മൾ അറിയുള്ളൂ. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യരുതെന്ന് പറയാനുള്ളത്. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഒന്നുമില്ലെങ്കിലും സുഹൃത്തുക്കളെ, അവളുടെ നമുക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിൻ്റെ അടയാളങ്ങൾ അവളുടെ ശരീരത്തിൽ ബാക്കിയില്ലേ? നമ്മളത് കാണുന്നില്ലേ? നമുക്കൂടെ വേണ്ടിയിട്ടല്ലേ ആ പ്രയാസം സഹിച്ചത്? അവളുടെ സൗന്ദര്യത്തിൻ്റെ വലിയൊരു ഭാഗം അവൾ നഷ്ടപ്പെടുത്തിയത് നമുക്കൊരു കുഞ്ഞിനെ സമ്മാനിക്കാൻ വേണ്ടിയിട്ടല്ലേ? നമുക്ക് വേണ്ടി ഇത്രയെല്ലാം ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ വില നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ഈ ഭൂമി ലോകത്ത് വേറെ ആരുടെ വിലയാണ് നമ്മൾ അറിയുക? അവളുടെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അവളുടെ ത്യാഗങ്ങൾക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ വിലയില്ല എങ്കിൽ പിന്നെ ആരുടെ ത്യാഗത്തിനാണ് നമ്മൾ വിലയിട്ട് കൊടുക്കുക? നോമ്പും നോറ്റ് എത്ര ക്ഷീണിച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് സുഹൃത്തുക്കളെ, അല്ലേ? എ സി ഇല്ലാതെ നമുക്ക് ഈ പള്ളിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല. പുറത്ത് എന്തൊരു ചൂടാ! നമ്മുടെ അടുക്കളയിൽ എ സി ഉണ്ടോ? അവർ ഈ ചൂടും സഹിച്ച് അടുക്കളയുടെ അടുപ്പിന്റെ അനികിൽ നിന്നും അവർ ചെയ്തു കൂട്ടുന്ന ത്യാഗങ്ങൾ എത്രയാണ്! അതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ, ഒരു പുഞ്ചിരി പോലും സമ്മാനിക്കാതെ, ഒരു ജസാക്കല്ലാഹ് ഖൈറെന്ന് പോലും പറയാതെയുള്ള ഒരു ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? ലാ യശ്കുരില്ലാഹ മൻ ലാ യശ്കുരിന്നാസ. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവനിക്ക് അള്ളാഹിനോട് നന്ദി കാണിക്കാൻ കഴിയില്ല എന്നാണ്. കുറെ നിസ്കാരം, നോമ്പും തറാവിയും ഇത്തിക്കാഫും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. പെരുമാറാൻ നമ്മൾ പഠിക്കണം. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഘടകമേതാ? അള്ളാന്റെ റസൂൽ ഒന്നാമത്തെ മറുപടി എന്താ? തഖ്വല്ലാഹ് എന്നാണ്. പിന്നെന്താ പറയുന്നറിയോ? ഹുസ്നുൽ ഖുലുഖ് എന്നാണ്, സൽസ്വഭാവം. ആ സൽസ്വഭാവത്തിന്റെ മാനദണ്ഡം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളാണ്. അതിൻ്റെ കയ്യൊപ്പ് കിട്ടേണ്ടത് ഭാര്യയിൽ നിന്നാണ്. നമ്മളിങ്ങനെ മരിച്ചിങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ വീട്ടിന്റെ കോലായിൽ നമ്മളിങ്ങനെ കഫൻ പുടവയിൽ ഇങ്ങനെ വെലിഞ്ഞ് മുറുക്കിങ്ങനെ കടത്തുമ്പോൾ ഒരാൾ നമുക്കൊരു മാർക്കിടണം. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഒരാൾ മാർക്കിടണം. ആരാന്നറിയോ? ലോകത്തിൽ നമ്മളെ ഇതുപോലെ അറിഞ്ഞിട്ടില്ല വേറൊരാൾക്കും. നമ്മുടെ ചൂടും ചൂരും അറിയുന്ന, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അറിയുന്ന, ഒരു നിഴൽ കണക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവൾ നമുക്കൊരു മാർക്കിടണം. ഞാൻ ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ തൃപ്തയാണ്, എല്ലാ നിലക്കും ഞാൻ സംതൃപ്തയാണ് എന്നൊരു ഭാര്യയ്ക്ക് നമുക്ക് വേണ്ടി മാർക്കിടാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, തൗഹീദുണ്ടോ നമ്മൾ രക്ഷപ്പെടും. അപ്പോഴേ ഈ കർമ്മങ്ങൾക്കൊക്കെ വിലയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. ഇത് കേൾക്കുന്ന സമയത്ത് അവൾ തിരുത്തട്ടെ എന്നൊന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കെന്തിനും തിരുത്താനുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുക. ഭാര്യമാർ അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് ആണുങ്ങളാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നവരാണ് സഹോദരിമാർ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ശ്രദ്ധിക്കുക. ഈ ഭൂമി ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണെന്ന് ആയിഷുമ്മ നമ്മുടെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യം ചോദിച്ചു. അയ്യുന്നാസി അഅലമു ഹഖ്കൻ അലൽ മർഅ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ആരോടാ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി സൗജുഹാ, അവളുടെ ഭർത്താവിനോടാണെന്നാ. അവളുടെ ഭർത്താവിനോടാണെന്നാണ്. അവളുടെ ഉപ്പാനേക്കാൾ ബാധ്യത അവളുടെ ഭർത്താവിനോടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞാൽ മർഅതു ഇദാ തസവ്വജത്, ഒരു പെണ്ണ് വിവാഹം കഴിക്കുന്നതോടുകൂടെ കാന സൗജുഹാ അംലക ബിഹാ മിൻ അബവൈഹാ, അവളുടെ ഭർത്താവിനേക്കാൾ, അവളുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ അവളെ ഏറ്റവും നന്നായി കൊണ്ട് ഉടമപ്പെടുത്തുന്നത് ആരാണ്? പിന്നെ അവളുടെ ഏറ്റവും വലിയ ഗാർഡിയൻ ആരാ? ഭർത്താവാണെന്നുള്ളതാണ്. വെറുതെ ഒന്ന് ആലോചിക്കുക. 18-ാമത്തെ 21-ാമത്തെ വയസ്സ് മുതൽ കൂടെ കൂട്ടിയതാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ പ്രിയപ്പെട്ടവന്റെ ജീവിതം. അദ്ദേഹം പോലും പലതും ത്യജിച്ചു. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി.
അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഒരു പെണ്ണിന്റെ സ്വർഗപ്രവേശനത്തെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് കണക്ട് ചെയ്തത് ഭർത്താവിന്റെ തൃപ്തിയോടാണ്. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് 5 വഖ്ത് നിസ്കാരം പെർഫെക്റ്റ് ആയിക്കൊണ്ട് നിർവഹിക്കുന്നു. വസോമത്ത് ഷഹറഹ, അവൾ റമളാൻ മാസം വരുമ്പോൾ റമളാൻ മാസത്തിലെ നോമ്പ് നോൽക്കുന്നു. നഷ്ടപ്പെട്ട നോമ്പ് വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ അവൾ പരിശ്രമിക്കുന്നു. വഹസ്വനത്ത് ഫർജഹ, അവൾ അവളുടെ ലൈംഗിക രംഗത്ത് വിശുദ്ധി തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ വേറൊരിടത്തിലേക്കും പോകാതെ സംരക്ഷിക്കുന്നു. വഅത്വഅത് സൗജഹ, അവൾ അവളുടെ ഭർത്താവിനെ അനുസരിക്കുക ചെയ്താൽ ദഖലത്തിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅതി, ഒരു പെണ്ണിനോട് പറയുന്നതാണ്, സ്വർഗ്ഗത്തിൽ 8 കവാടമാ സഹോദരി ആകെയുള്ളത്, ആ 8 കവാടവും നിന്റെ മുമ്പിൽ നാളെ തുറക്കപ്പെടുന്നതാണ്. ഏതിലൂടെ വേണമെങ്കിലും പോകാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചോ. നിസ്കാരം മാത്രം പോരാ, നോമ്പ് മാത്രം പോരാ, തറാവീഹും ഖിയാമുൽ ലൈലും സദഖയും സക്കാത്തും ഹജ്ജും മാത്രം പോരാ, ഭർത്താവിൻ്റെ സിഗ്നേച്ചർ കൂടെ വേണം, ഭർത്താവിൻ്റെ കയ്യൊപ്പ് കൂടെ വേണം. ഭാര്യ ഇങ്ങനെ മരിച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് ഭർത്താവ് ബാക്കിയുണ്ടെങ്കിൽ ഭർത്താവ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയണം, ഇവൾ എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു, ഇവളുടെ വിഷയത്തിൽ ഞാൻ അൽഹംദുലില്ലാ തൃപ്തനാണ് എന്ന് നിങ്ങളെക്കുറിച്ച് ഭർത്താവിന് തൃപ്തിയുണ്ടോ എങ്കിലേ ഈ കർമ്മങ്ങൾക്ക് വിലയുള്ളൂ എന്ന് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ബാധ്യത എന്താണ്? നിങ്ങളുടെ ബാധ്യതകൾ എന്താണ്? എപ്പോഴാണ് ഒരു സ്വർഗാവകാശിനിയായ ഭാര്യയായിക്കൊണ്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുക? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖക്കാന്തിയല്ല, അല്ലെങ്കിൽ കൃത്രിമമായിക്കൊണ്ട് ഇട്ട പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മിനുക്കിയെടുത്ത നിങ്ങളുടെ ശരീരമല്ല, മറിച്ച് ഒരു സ്വർഗാവകാശിനിയായ പെണ്ണിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ അനുസരണയാണ്. അനുസരണയാണ്. സൂറത്തു നിസാ പെണ്ണുങ്ങൾ സ്ത്രീകൾ എന്ന് പറയുന്ന അധ്യായത്തെ റബ്ബ് കൊണ്ട് മാറ്റിവെക്കുകയാണ്. അതിൽ സ്വർഗാവകാശിനിയായ പെണ്ണുങ്ങളുടെ വിലപ്പെട്ട കനപ്പെട്ട ക്വാളിറ്റികൾ പടച്ചറബ് വിശദീകരിച്ച് തുടങ്ങുമ്പോൾ ആദ്യമായി കൊണ്ട് പറഞ്ഞത് ഏതാണെന്നറിയോ? ഫസ്സാലിഹാത്തു, സൽവൃക്ഷകളായ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ് അല്ല ക്വാളിറ്റികൾ എണ്ണി തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് ഖാനിതാത്തുൻ എന്നാണ്. ഖാനിതാത്തുൻ എന്താ? നിരന്തരമായി കൊണ്ട് ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണെന്നാണ്. എപ്പോഴും അനുസരിക്കണം എന്നാണ്. ഭർത്താവിന് ഇപ്പോൾ ഭയങ്കര ശമ്പളമാണ്, മൂപ്പര് പ്രവാസിയാണ്, പറഞ്ഞതൊക്കെ നടക്കുന്നുണ്ട്, ആ ഘട്ടത്തിൽ മാത്രം പ്രത്യേകമായ അനുസരണ. ജോലി നഷ്ടപ്പെട്ടു, തിരിച്ചു വരികയാണ്, രോഗിയാണ്, പ്രാരാബ്ധമായി, ഇനി പണ്ടത്തെ പോലെ പറഞ്ഞാലൊന്നും പെട്ടെന്ന് നടക്കണില്ല, അപ്പോൾ ഒരു അനുസരണക്കുറവ്, നോ പറ്റൂല എന്നാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അവളെ കുറിച്ചല്ല അല്ല ഈ പറഞ്ഞത്, അല്ലേ? ഖൈറുൻ നിസാഇല്ലതീ തസുറുഹു ഇദാ നളറ എന്നാണ്. ആരാ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയോള്? അള്ളാന്റെ റസൂല് പറയാ, ഭർത്താവിനെ നോക്കുന്ന സമയത്ത് സന്തോഷിപ്പിക്കാൻ കഴിയണമെന്നാണ്. ഭർത്താവ് ഉണ്ടോ നിങ്ങളുടെ അരികിൽ, ആ ഭർത്താവ് നോക്കുമ്പോൾ പോലും സന്തോഷിപ്പിക്കാൻ കഴിയണമെന്നാണ്. വതുതിഉഹു ഇദാ അമറ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതിന് ഹലാലായ കൽപ്പനയാണോ അനുസരിക്കണം എന്നാണ്. അല്ലേ? ചില പെണ്ണുങ്ങൾക്കെങ്കിലും വരുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ? തൻ്റെ ആൺകുട്ടികളൊക്കെ അത്യാവശ്യം വലിപ്പത്തിലെത്തി, അവർക്കൊക്കെ ഇപ്പോൾ ശമ്പളക്കാരായി, ഇനിയിപ്പോൾ മൂപ്പരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് വരുന്ന സമയത്ത് പിന്നെ ചില വാചകങ്ങൾക്ക് മൂർച്ച കൂടുന്നു, ചില ശൈലികൾ മാറുന്നു, അനുസരണക്കേടിലേക്ക് തിരിച്ചു പോകുന്നു. സഹോദരി, നീ നഷ്ടപ്പെടുത്തുന്ന നിന്റെ സ്വർഗമാണ്, നീ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കഷ്ടപ്പെട്ട് നീ നെയ്തു കൂട്ടിയ നിന്റെ അമലുകളാണ്. അതുകൊണ്ട് അത് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. എത്ര വയസ്സായി കഴിഞ്ഞാലും അതൊരു വാട്ടർ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും എടീ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അത് എടുത്തു കൊടുക്കലാണ് നിങ്ങൾക്ക് ലോകത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്, അല്ലേ? അദ്ദേഹത്തിൻ്റെ വില നിങ്ങൾക്ക് എപ്പോഴും അറിയാമെന്നറിയോ? നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചാലാണ്. വല്ലാത്തൊരു കാവലാണ്. ഒരു പെണ്ണിന് ഒരാണുണ്ട് എന്ന് പറഞ്ഞത് വല്ലാത്തൊരു അഡ്രസ്സാണ്, അത് വല്ലാത്തൊരു സെക്യൂരിറ്റിയാണ്. ഒന്നുമില്ലെങ്കിൽ സുഹൃത്തുക്കളെ, 4 കഴുകക്കണ്ണെങ്കിലും നിങ്ങളിലേക്ക് പറന്നടുക്കുന്നത് നിങ്ങൾക്ക് തടയാൻ കഴിയും.
ഭർത്താവ് തിരിഞ്ഞു നോക്കാത്ത ഒരു ഭാര്യ ഡൈവേഴ്സായ തൻ്റെ മകൾക്ക് കൊടുക്കുന്നൊരു ഉപദേശം കേൾക്കാനിടയായി. എന്താ അറിയോ, എന്താ സംഭവം എന്നറിയോ? മകൾ കല്യാണത്തിന് തയ്യാറാകണില്ല. അപ്പം ആ ഉമ്മാനെന്താക്കണില്ല, 37 ഭർത്താവ് തിരിഞ്ഞു നോക്കണമെന്നില്ല. പക്ഷെ ആ ഉമ്മ പറയാണ്, മോളെ ഭർത്താവ് നമ്മളെ നോക്കിയോ നോക്കിയില്ല എന്നുള്ളതല്ല വിഷയം. പുറത്ത് നമ്മളിങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് അവൾക്ക് ഒരു നാഥനുണ്ട്. പെരൻ്റെ ഉള്ളത്തെ കാര്യം പുറത്തുള്ള അറിയില്ലല്ലോ അല്ലേ? അവൾക്കൊരു നാഥനുണ്ട് എന്ന്, അവൾക്കൊരു ഭർത്താവുണ്ടെന്ന് അറിയണത് തന്നെ നമുക്ക് വല്ലാത്തൊരു സെക്യൂരിറ്റി. അത് വല്ലാത്തൊരു സംഭവമാണ്. ആ ഭർത്താവിൻ്റെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. പെണ്ണിന് രണ്ടാമത്തെ ഒരു ഗുണം എന്താണെന്നറിയോ? ഒരു നല്ലൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഓളെ പോറ്റാൻ വലിയ പണി ഉണ്ടാവില്ല എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തി അടയാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും സഹോദരിമാർക്ക് വരുന്നൊരു അബദ്ധം എന്താണെന്നറിയോ? താരതമ്യം ചെയ്യലാണ്. നിങ്ങൾ മൂപ്പരെ കണ്ടുപഠിക്കും, നിങ്ങളെപ്പോലെ തന്നെ ഗൾഫിൽ പോയ ആളല്ലേ, നിങ്ങളെപ്പോലെ തന്നെ അധ്വാനിക്കുന്ന ആളല്ലേ അല്ലേ, എന്താ ഇപ്പം നിങ്ങൾ എത്ര കാലമായിട്ട് ഉണ്ടാക്കിയത് എന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ സഹോദരിമാർ ഒരു നിലക്കും പറ്റൂല. നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നീ അവളെ കണ്ടുപഠിക്ക്, അവൾ ചെയ്യുന്നത് കണ്ടില്ലേ എന്നൊരു വാചകത്തെ നമ്മളാരും ആഗ്രഹിക്കണില്ല. നമ്മൾക്കാർക്കും അത് വലിയ ഒരു സുഖമുള്ള പരിപാടിയല്ല. നമ്മളെ വെച്ച് വേറെ ആളെ താരതമ്യം ചെയ്യുന്ന നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഭർത്താവും താരതമ്യം ചെയ്യരുത്, ഭാര്യമാരും താരതമ്യം ചെയ്യാൻ നിൽക്കരുത്. അദ്ദേഹം റിസ്കിന് തേടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. റിസ്ക് തേടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? പിന്നെ കിട്ടണ വരുമാനമൊക്കെ അള്ള കണക്കാക്കിയതാ കൂട്ടരെ. നിങ്ങളുടെ ഭർത്താവ് ആ ഭർത്താവിന്റെ ഉമ്മയുടെ ഉദരത്തിൽ പിറവിയെടുക്കുന്ന 4ാമത്തെ മാസത്തിൽ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചു അവന് റിസ്ക് എത്രയെന്നുള്ളത്. അതേ കിട്ടുള്ളൂ, അത് കിട്ടും, അതേ കിട്ടുള്ളൂ എന്നല്ല, അത് കിട്ടുന്നാണ്. പിന്നെ നമുക്ക് ബേജാറ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു നിലക്കും താരതമ്യം ചെയ്യുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാറ്. അധിക ഭാരം ചുമത്തരുത് അല്ലേ? ചില ആളുകൾക്ക് പ്രവാസം നിർത്തണം നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾ ആലോചിച്ച് ഒരു പ്രവാസിൻ്റെയൊക്കെ നൊമ്പരം എന്താണെന്നുള്ളത്. വീടണയണം. ഇനിയിപ്പോൾ നമ്മളെ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വാട്സപ്പിൽ നമ്മൾ ഇവിടുത്തെ കുറേ രംഗങ്ങളിൽ അയച്ചു കൊടുക്കുന്ന സമയത്ത് അവരിങ്ങനെ മുഖത്തിൽ അങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ടാവും, പക്ഷെ ഉള്ളിൽ കരയായിരിക്കും. ആ അടി എന്താ ഭക്ഷണം ഉണ്ടാക്കിയോ, ആ കാക്ക അവിടെ ഉണ്ടാക്കിക്കണോ, കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തോ അത് എടുത്തുക്കണോ, എല്ലാവരും വിളിച്ചിങ്ങനെ സന്തോഷത്തോടു കൂടെ ഒക്കെ ഇങ്ങനെ ചെയ്തുതരും. പക്ഷെ എൻ്റെ ഉള്ളിങ്ങനെ കരയായിരിക്കും. ആ കരച്ചിൽ മനസ്സിലാക്കാൻ ലോകത്താർക്കെങ്കിലും കഴിയുമെങ്കിൽ അറിയുക സഹോദരി, അവളുടെ പേരാണ് ഭാര്യ. ആ മനസ്സിന്റെ തേട്ടത്തെ വിതുമ്പലിനെ മനസ്സിലാക്കാൻ ഒരു പെണ്ണെന്ന നിലക്ക്, ഭാര്യ നിലക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളാണ് യഥാർത്ഥത്തിൽ നല്ല ഭാര്യ. നിർത്തിപ്പോരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ നിങ്ങൾ ലിസ്റ്റ് ഇങ്ങനെ വരികയാണ്. നിങ്ങൾ ഇപ്പം തന്നെ നിർത്തി മറ്റേത് എങ്ങനെയാകുക, അതെങ്ങനെയാകുക, ഇങ്ങനെയാകുക, ഇങ്ങനെ ലിസ്റ്റുകളുടെ കൂമ്പാരം ഇങ്ങനെ പോവുകയാണ്. ആവശ്യങ്ങൾ പറയണ്ട എന്നൊന്നല്ല, പക്ഷെ കുറച്ച് കൂടുന്നില്ല എന്നുള്ളത് സഹോദരിമാരെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നാണ്. നല്ല പെണ്ണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഒരാണിനെയും ഹറാമിലൂടെ നേടാൻ വേണ്ടി പരിശ്രമിക്കരുത് എന്നുള്ളതാണ്. ലോണിന് വേണ്ടി നമ്മൾ ഒരിക്കലും നമ്മുടെ ഭർത്താവിനോട് പറയരുത്, ആ ഭർത്താവ് ലോണിൽ തൊട്ടാൽ കഴിഞ്ഞു, മൂപ്പരുടെ കഥയും കഴിഞ്ഞു, മൂപ്പര് കൊണ്ടുവരണം ഉപജീവനം ഹറാമായി, അത് തിന്നണ നിങ്ങളുടെ ജീവിതം പ്രശ്നമാണ്, നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം പ്രശ്നമാണ്. ബറക്കത്ത് എന്നുള്ളത് 7 അയലത്ത് കൂടെ പോകൂല. അതുകൊണ്ടാണ് മഹതികളായ നമ്മുടെ മുൻഗാമിയ വനിതകൾ, നമ്മുടെ സ്വഹാബാക്കൾ അധ്വാനിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങണ സമയത്ത് പറയുന്നതാണ്, നിങ്ങൾ അധ്വാനിച്ചോളും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താ അറിയോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആമാശയത്തിന് വിശപ്പിന് താങ്ങാനുള്ള പ്രാപ്തിയുണ്ട്, പക്ഷെ നരകത്തിലെ വിഭവങ്ങൾ താങ്ങാനുള്ള വകുപ്പില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഹറാമിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവൻ സമ്പാദിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണമെന്നാണ്. മറ്റൊന്ന്, ഭർത്താവിനെ കുറിച്ചൊരു മോശമായ വാക്കും പുറത്തു പോകരുത്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണാം. ഒരു മസ്ലഹത്തിൻ്റെ വിഷയത്തിൽ പറയേണ്ടതെന്നല്ല. ചില സഹോദരിമാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അപ്പം വിളിക്കും ഉമ്മാനെ, വേഗം വിളിക്കും ഉമ്മാനെ. എന്നിട്ട് ഉമ്മ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, മറ്റേ മൂപ്പര് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മാനോടല്ല അതൊന്നും പറയേണ്ടത്, പടച്ചവനോട് പറയണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ദാമ്പത്യം എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ
പിശാചിൻ്റെ ശക്തമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ദാമ്പത്യം എന്നുള്ളത്. കാരണം എന്താ? ദാമ്പത്യത്തിൽ എന്തെങ്കിലും ഒരു കല്ലുകടി ഉണ്ടാക്കി കഴിഞ്ഞാൽ സകലമാന മേഖലയിലേക്ക് അത് ബാധിക്കും. അവൻ്റെ ഇബാദത്തിനെ ബാധിക്കും, അവൻ ചെയ്യുന്ന അവൻ്റെ എന്താ പറയുക ആരാധനകളെ ബാധിക്കും. അതുകൊണ്ട് പിശാചി ഏറ്റവും നന്നായിക്കൊണ്ട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന മേഖലയാണ് ദാമ്പത്യ ജീവിതത്തിലെ ആ ഒരു വിഷയം എന്നുള്ളത്. സൗന്ദര്യ പിണക്കങ്ങൾ സ്വാഭാവികമാണ്. എല്ലാവരും മലക്കുകളൊന്നല്ലല്ലോ, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മൂന്നാമത്തെ ഒരാളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെട്ടാൽ അടുത്ത മിനിറ്റിൽ ഈ പ്രശ്നം നിങ്ങൾക്കിടയിൽ സോൾവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം ഇത് മറന്നാലും മൂന്നാമത്തെ ആൾ മറക്കൂല. പിന്നെ നിങ്ങൾ രണ്ടുപേരും കാണുമ്പോഴൊക്കെ മൂന്നാമത്തെ ആൾക്ക് അതാ പ്രശ്നമുള്ള താത്തിയും കാക്കിയാണെന്ന് ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരിക്കലും ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ അകാരണമായൊരു മസ്ലഹത്തിനല്ലാതെ പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുതെന്നുള്ളത് സൂചിപ്പിക്കുള്ളൂ. മറ്റൊന്ന്, നന്ദികേടിൻ്റെ വാക്ക് ഇലാ യൗമിൽ ഖിയാമ നിങ്ങളുടെ വായെന്ന് വരാൻ പാടില്ല. അള്ളാൻ്റെ റസൂലേ നരകം കണ്ടപ്പോഴേ അതിലേറ്റവും കൂടുതൽ ആളുകൾ സഹോദരിമാരാണെന്ന് പറഞ്ഞു. സ്വഹാബ വനിതകളോട് പ്രവാചകൻ ഈ കാര്യം അവതരിപ്പിച്ചു. സ്വഹാബ വനിതകൾ എണീറ്റ് ചോദിച്ചു, അല്ല റസൂലേ, നരകത്തിൽ അധികവും ഞങ്ങളെ കണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണ്? അള്ളാൻ റസൂൽ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാം, തുക്സിർനല്ല അന, നിങ്ങൾ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ശപിക്കുന്ന ആളുകളാണെന്നാണ്. തൊട്ടതിന് പിടിച്ചതിന് ശപിച്ച് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെന്നാണ്. പിന്നെ പറഞ്ഞു വതക്ഫുർനൽ അശീർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ചെയ്ത സേവനങ്ങളെ ഒരു വിലയും കാണിക്കാതൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ അതിനെ നന്ദികേട് കാണിക്കുന്നതാണ്. കാലം മുഴുക്കെ നന്മകൾ ചെയ്താലും 18-ാമത്തെ 20-ാമത്തെ വയസ്സ് മുതൽ നിങ്ങളെ കൂടെ കൂട്ടി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന് അവസാനം ഏതോ ഒരു പെരുന്നാളിന് മൂപ്പരൊരു സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എപ്പോഴൊക്കെയോ കിട്ടാതെ പോയപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്നാ ചെയ്തു തന്നിട്ടുള്ളത് എന്ന ഒരു വാക്ക് മതിയാകും ആ മനുഷ്യൻ തകരാൻ. എത്രയോ ഭർത്താക്കന്മാർ നെഞ്ചുപൊട്ടി ജീവിക്കുകയാണ്. എത്രയോ ഭർത്താക്കന്മാർ നെഞ്ചുപൊട്ടി ജീവിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുകയും ഭർത്താക്കന്മാർ നിങ്ങളിൽ നിന്നും കൈപ്പറ്റിയ ഒരു ഗ്രാം സ്വർണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചാലും ചിലപ്പോൾ അത് മറക്കൂല. സ്ത്രീകൾ പൊതുവെ പണ്ടത്തെ തൊട്ട് കളിച്ച് മറക്കാറില്ല അല്ലേ? എത്രയെടുത്തൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. പക്ഷെ ആ സാധു എത്രയാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു അന്തം കുന്തം ഉണ്ടാവില്ല. മൂപ്പര് ചിലപ്പോൾ 5 ശമ്പളക്കാരനായിരിക്കും. മൂപ്പർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങാനോ ഇതാക്കാനോ വേണ്ടി പോകുമ്പോഴായിരിക്കും നിങ്ങളെ കോള് വരിക, അല്ലെങ്കിൽ മക്കളെ കോള് വരിക. ആ മൂപ്പര ആ ലിസ്റ്റ് മെല്ലട് ചുരുട്ടും, ഒന്നിൽ പുറത്തേക്കിടും, അല്ലെങ്കിൽ അതിന് ചുരുക്കും. അതിലേറ്റവും ചെറിയ വേർഷനിലേക്ക് അദ്ദേഹം പോകും. നിങ്ങളെ കാര്യം നടക്കട്ടെ എന്ന് തീരുമാനിക്കും. എത്ര കാലം അപ്പം ഇതൊന്നും ചെയ്തെന്നുള്ളത് മൂപ്പർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല. കുറേ സമ്പാദിച്ചു, എവിടെ പോയി? കുടുംബത്തിന് വേണ്ടി പോയെന്നാ പറയുക. പടച്ചോൻ്റെ രേഖയൊന്നും മാറൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുക. കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച നയാ പൈസ പോലും നമുക്ക് നന്മയുടെ തുലാസിൽ നിന്നും അപ്പുറം ചാടൂല. പ്രാർത്ഥിച്ചോളിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഭർത്താക്കന്മാർ കൊണ്ട വെയിലാണ് നിങ്ങൾ അനുഭവിക്കുന്ന തണല് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മനസ്സിലായിക്കോളിയും. എല്ലാ സുഖങ്ങളും പലപ്പോഴും ഒഴിവാക്കി, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടും പുറത്ത് 2000 സ്ക്വയർ ഫീറ്റുള്ള പേരാണ്. ഓരോ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്, മുന്തിയ ടോയ്ലറ്റ് സംവിധാനം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. മൂപ്പര വരെ ഇവിടെ അല്ലേ? ഇപ്പം നാളെ കണ്ടിരുന്നു വാട്സപ്പിൽ എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അവിടുത്തെ റൂമൊക്കെ തന്നെ കാണിച്ചിട്ട് ക്യൂ നിൽക്കുകയാണ്. ഒരു സമയമുണ്ട്, ആ സമയത്തിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല എന്നാണ്. ആലോചിക്കുക, ആര് നാട്ടിൽ കോടികളുടെ വിലകളുള്ള ആരത് അനുഭവിക്കണത്? ആരതൊക്കെ അനുഭവിക്കണത്? നിങ്ങളാണ് അനുഭവിക്കുന്നത്, നിങ്ങളുടെ മക്കളാണ് അനുഭവിക്കുന്നത്. അതിങ്ങനെ ഉണ്ടാക്കി തരിക, അത് വേറെ ചുരുങ്ങിയ സംവിധാനത്തിൽ ഇങ്ങനെ ജീവിക്കുന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും പല ആളുകളും അനുഭവിക്കുന്നില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉരുകി ജീവിക്കുന്ന ഒരാളിനെ കുറിച്ച് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും നന്ദികേട് വന്നാൽ, ആ ഭർത്താവൊന്ന് മനസ്സറിഞ്ഞ് ശപിച്ചാൽ നിങ്ങളുടെ അമലുകളൊക്കെ ജലരേഖയാകും എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് നന്ദികേട് എന്നുള്ളതിൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ നമ്മുടെ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് സൂചിപ്പിക്കണം. മറ്റൊന്നെന്നറിയോ, ഒരു നല്ല ഭാര്യൻ്റെ മറ്റു പ്രധാനപ്പെട്ട ഗുണമാണ് അവസ്ഥകൾ കണ്ടറിയുക എന്നുള്ളത്. അള്ളാൻ്റെ റസൂലിന് മരിക്കാനുള്ള അവസാന നിമിഷങ്ങളിലാണുള്ളത്. തൊട്ടപ്പുറത്ത് കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പോക്കറ്റിൽ കണ്ടൊരു അറാക്കിൻ്റെ കൊള്ളിങ്ങനെ കണ്ടപ്പോൾ ആയിഷ എനിക്കത് വേണമെന്ന് പറയണില്ല.
അതിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് അറാക്കിലേക്ക് ഉടക്കിയത് തൊട്ടപ്പുറത്തിരിക്കുന്ന ആയിഷമ്മ മനസ്സിലാക്കുകയാണ്. ഒരു ഐ കോണ്ടാക്ട് പോലും കണ്ണുകൊണ്ടൊന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വിരിഞ്ഞ ആ ഒരു ആവശ്യം ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിയെടുക്കാൻ ആയിഷമ്മക്ക് കഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ അറാക്ക് മെല്ലെടുത്തു, അവിടുന്ന് കടിച്ചു. അതിങ്ങനെ മയപ്പെടുത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഉമ്മ പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ഉമനീരും എൻ്റെ പ്രവാചകൻ്റെ ഉമനീരും പരസ്പരം ചേർന്നിട്ടാണ് മരിച്ചതാണ്. മരിക്കാൻ പോകുന്ന അവസാന സമയത്തെ ആഗ്രഹം പോലും തീർത്തു കൊടുത്തൊരു ചാരിതാർത്ഥ്യത്തോടു കൂടെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഭർത്താവിനെ അന്ത്യയാത്ര നമ്മുടെ ഉമ്മ അയക്കുന്നത്. വലിയ പാഠമുണ്ട് സഹോദരിമാരെ. വർഷങ്ങളായി ജീവിക്കുന്നു കൂടെ, ഇതുവരെയും ഭർത്താവിൻ്റെ ആവശ്യം എന്താണെന്ന് അല്ലെങ്കിൽ ഭാര്യയുടെ ആവശ്യം എന്താണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റാത്തൊരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ദുരന്തമാണ്. മറ്റൊന്ന്, ആശ്വാസം പകരാൻ കഴിയണമെന്നാണ്. ലിതസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞ് ഉള്ള ആശ്വാസം കെടുത്തല്ല വേണ്ടേ, ആശ്വാസം പകരാണ് വേണ്ടേ അല്ലേ? ജോലി കഴിഞ്ഞ് പ്രയാസപ്പെട്ട് വരുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കാൻ കഴിയണം. അദ്ദേഹത്തിന് എപ്പോഴും ഒരു ആവശ്യമുണ്ടോ, ഒരു കട്ടൻ ചായ കൊടുക്കൽ മൂപ്പരുടെ പതിവാണെന്നുണ്ടെങ്കിൽ എന്നും വന്നിട്ട് എടിയ ഒരു കട്ടൻ ചായ ഉണ്ടാക്കുന്ന പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണ്ട, അത് ഉണ്ടാക്കി കൊടുത്താൽ മതി. മൂപ്പരിൻ്റെ എന്താണ് ആവശ്യം അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. എന്താ അറിയോ, പല സഹോദരിമാർക്കും വന്നു പോകുന്നൊരു അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വാതിൽ തുറക്കുന്നതോടുകൂടെ പരാതിൻ്റെ ബുൾഡോസർ വന്നിട്ട് കൊട്ടാണ്. നിങ്ങളിവിടെ വന്നിരിക്കും, ഒന്ന് കുറച്ചു കാര്യം പറയാണ്ട്. അങ്ങനെ ആകരുത്. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അബൂ തൽഹത്തുൽ അൻസാരി എന്ന് പറയുന്ന തൻ്റെ പ്രിയതമൻ പുറത്ത് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവരുടെ കുഞ്ഞ് മരിച്ചിക്കാണ്. ആലോചിച്ചോക്കണങ്ങൾ, സ്വന്തം കുഞ്ഞ് മരിച്ചിക്കാണ്. അവരെ കഫനൊക്കെ ചെയ്ത് തൊട്ടിയിലിങ്ങനെ വെച്ചിക്കുക. എന്നിട്ട് ഭർത്താവ് എന്നും വന്ന പോലെ വന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ശാരീരിക ബന്ധം പോലും നടന്നു എന്നാണ്. എന്നിട്ട് അവിടുന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചോദിച്ചു എന്നാണ്, അല്ല നമ്മുടെ അടുത്ത് ഒരാൾ താൽക്കാലികമായിക്കൊരു സംഗതി തന്നു, അതൊരു സമയം വന്ന് തിരിച്ച് ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കേണ്ട ചോദിച്ചു. കൊടുക്കണം, തീർച്ചയായും കൊടുക്കണം എന്ന് പറഞ്ഞു. ശരി, നമ്മുടെ മകനെ റബ്ബ് താൽക്കാലികമായി നമ്മളെ ഏൽപ്പിച്ചതായിരുന്നു, റബ്ബ് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്നാണ്. അപ്പോഴാണ് അറിയണത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുഞ്ഞു മരിച്ചു എന്നത് അതിനേക്കാൾ വലിയൊരു ത്യാഗം വേറെ ഉണ്ടോ, അതിനേക്കാൾ വലിയ നൊമ്പരം വേറെ ഉണ്ടോ? അറിയിച്ചില്ല എന്നാണ് സഹോദരിമാരെ. അതുകൊണ്ട് വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും വേഗം പറഞ്ഞ ആശ്വാസത്തെ കെടുത്താനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനൊരു സമയവും തരവും ഒക്കെ നോക്കി അതിൻ്റെ ഒരു മൂഡിലേക്ക് എത്തുന്ന സമയത്താണ് നിങ്ങളുടെ പരിഭവം പറയാൻ പാടുള്ളൂ എന്നൊരു കാര്യം കൂടി നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണം. മറ്റൊന്ന്, കുറ്റപ്പെടുത്തരുതെന്നാണ്. അനാവശ്യമായി കൊണ്ട് തളർത്തരുത്. എന്തെങ്കിലും പ്രയാസങ്ങൾ പങ്കുവെക്കുമ്പോഴേക്കും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ്, നിങ്ങളൊന്നും ചെയ്താൽ ശരിയാകൂല, തളർത്തുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ഒരു ഭർത്താവിൻ്റെ ഒരു ബാക്ക് ബോൺ, ഒരു നട്ടെല്ലെന്ന് പറയണത് അത് ഭാര്യയായിരിക്കണം. ഹിറാ ഗുഹയിൽ പോയിട്ട് വഹി കിട്ടി പേടിച്ചരണ്ടിട്ട് അള്ളാൻ്റെ റസൂൽ ഹിറാ ഗുഹയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അള്ളാൻ്റെ റസൂലിന് ഒരു സെക്കൻഡ് പോലും സംശയിച്ചിട്ടില്ല എനിക്ക് ആശ്വാസം ആശ്വാസം കിട്ടേണ്ടത് എവിടെ നിന്നാണെന്നുള്ളത്. നേരെ വരികയാണ് ആരിനരിക്ക്, ഖദീജ റളിയല്ലാഹു അരികിലേക്ക്. ജമ്മിലൂനി എന്നാ പറഞ്ഞു, പുതപ്പിച്ച് കൊണ്ടാന്നാണ്. അവിടെ ഖദീജ റളിയല്ലാഹു വേണമെങ്കിൽ ചോദിക്കായിരുന്നു, ആരപ്പങ്ങളുടെ ഈ നട്ടപ്പാതിരക്ക് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് പോയി ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടിക്കാണല്ലോ, പേടിച്ചു കണ്ട് വന്നിക്കാണല്ലോ എന്ന് ആയിഷ പിന്നെ ഖദീജ റളിയല്ലാഹു പറഞ്ഞോ? ഒരിക്കലും പറഞ്ഞില്ല. എന്താണ് ചോദിച്ചത് വേഗം ചെയ്തു കൊടുത്തു. പുതപ്പിച്ചാലും പുതപ്പിച്ചു കൊടുത്തു. കുറച്ചൊന്ന് ആശ്വാസത്തിലെത്തിയപ്പോൾ പിന്നെ ഇങ്ങനെ താങ്ങാണ്. നിങ്ങളെ പടച്ചും കൈവിടില്ല, നിങ്ങളെന്തിനീ ബേജാറാണ് അല്ലേ? നിങ്ങളെ പടച്ചും കൈവിടില്ല, നിങ്ങൾ എന്തെല്ലാം നന്മകളാണ് ചെയ്യണത്, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളല്ലേ. പിന്നെ ലിസ്റ്റ് ഇങ്ങനെ വായിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ള നന്മകൾ എങ്ങനെ എടുത്ത് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികപരമായി കൊണ്ടും മാനസികപരമായി കൊണ്ടും ഒരു കരുത്ത് കൊടുക്കുകയാണ്. ആ കരുത്തിന്മേൽ എണീറ്റ് നിന്നു അള്ളാന്റെ റസൂൽ. മൂടി പുതച്ച വസ്ത്രം എടുത്തു മാറ്റി കും ഫഅൻദിർ എന്ന് പറഞ്ഞപ്പോൾ, എണീക്ക് മുഹമ്മദേ, എണീറ്റ് നീ താക്കീത് തുടങ്ങ്, ദഅവത്ത് നീ ആരംഭിക്കും, നിന്നെ കാത്തൊരു സമൂഹം ഇലാ യൗമിൽ ഖിയാമ വരെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ എണീറ്റ് നിൽക്കുവാനുള്ള കരുത്ത് പകർന്നത് അവിടുത്തെ ഭാര്യയാണ്. ഈ കണ്ട ദഅവത്തിന്റെ മുഴുവൻ കൂലിയും അന്നത്തെ ഇടപെടലിലൂടെ നമ്മുടെ ഉമ്മ കൊണ്ടുപോയി.
റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അല്ലേ സഹോദരിമാരെ, നിങ്ങൾക്കുള്ള ധർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഭർത്താവ് അള്ളാന്റെ ദീനിന് വേണ്ടി ഓടി നടക്കുന്നവനാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. അദ്ദേഹത്തിൻ്റെ ഓട്ടം, അതിൻ്റെ ഒരു ഓഹരി നിങ്ങൾക്കുമുണ്ട്. ഒരു ആൾക്കും ഒരു ദാഴിക്കും നല്ല നിലക്ക് ദഴവാരംഗത്ത് പിടിച്ചിക്കാൻ കഴിയില്ല. കാരണം അവൾക്ക് കൂടെ കൊടുക്കേണ്ട കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ഏതൊരാളും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് താങ്ങും തണലുമായി എനിക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരുത്യൻ്റെ പിറകിലുണ്ടെന്നറിയുമ്പോൾ ഒരാണിന് കിട്ടുന്നൊരു കരുത്തുണ്ട്. ആ കൊടുത്ത കരുത്തിൽ അവൻ ചെയ്തു വെക്കുന്ന മുഴുവൻ നന്മകൾക്കുമുള്ള ഒരു ഓഹരി സഹോദരി നിന്റെ ഖബറിലേക്ക് കൂടെയുള്ളതാണ്. നീ വീട്ടിലാണ്, അദ്ദേഹം വെയിൽ കൊണ്ട് പുറത്താണ്. എങ്കിലും അദ്ദേഹം ചെയ്യുന്ന ഓരോ അമലുകളും അദ്ദേഹത്തിന് സഹായിച്ചു എന്ന നിലയ്ക്ക് നിനക്ക് കൂടെ കിട്ടുമെന്ന് നീ മനസ്സിലാക്കുക. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ സന്തോഷിക്കണം എന്നാണ് പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു നല്ല പെണ്ണിൻ്റെ ഗുണം എന്ന് പറയുന്ന സുഹൃത്തുക്കളെ, ഭർത്താവിൻ്റെ വീട്ടുകാരോട് മാന്യമായി കൊണ്ട് നല്ല നിലയ്ക്ക് ജീവിച്ചു പോകുന്നവളാണ്. അതേപോലെ തന്നെ ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. സംശയാസ്പദമായ കാര്യങ്ങൾ പോലും ഉണ്ടാകരുത്. പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കുക. ഒരു അന്യ ആണാണോ അപ്പുറത്ത്, ഒരു ചാറ്റിങ് നമുക്ക് വേണ്ട, ഒരു കോളിങ് നമുക്ക് വേണ്ട. ഭർത്താവിനെ അന്വേഷിച്ച് ഒരുത്തം വന്ന് കോളിംഗ് ബെല്ല് അടിച്ചു, ഇല്ലെങ്കിൽ കയറിയിരിക്കൂന്നല്ല, ഇവിടെ ആളില്ല എന്ന് ഒരൽപ്പം ഗൗരവ സ്വഭാവത്തിൽ പറയണമെന്നാണ് അള്ളാഹ് പറഞ്ഞത്. അല്ലേ, വല തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ വാക്കുകൊണ്ട് ആ രൂപത്തിൽ മൃദുവായിക്കൊണ്ട് സംസാരിക്കുന്ന അന്യ ആണാണോ കുറച്ച് ബോൾഡായിക്കൊണ്ട് നിൽക്കണം എന്നാണ്. അത് നിങ്ങൾക്കുള്ള സെക്യൂരിറ്റിയാണ്. അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അല്ലേ, ഭർത്താവിൻ്റെ അഭാവത്തിൽ അവൻക്ക് വേണ്ടി മാത്രം കരുത വെക്കപ്പെട്ട കാര്യങ്ങൾ വേറെ ആർക്കും മുമ്പിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന് പ്രധാനപ്പെട്ടതാണ് സഹോദരിമാരെ, നിങ്ങൾ നിന്നും മാത്രം കിട്ടേണ്ട ഒന്നുണ്ട്, അത് നിങ്ങൾ തന്നെ കൊടുക്കണം. എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഭക്ഷണത്തിന് വിശന്നു, പുറത്തുനിന്ന് ഭക്ഷണം കിട്ടും. ദാഹിച്ചു, പുറത്തുനിന്ന് വകുപ്പുണ്ട്. പക്ഷെ അതുപോലത്തെ ഒരു ശാരീരിക ആവശ്യം വന്നാൽ പുറത്തേക്ക് വകുപ്പില്ല. ഒരു അന്യ പെണ്ണിനെ ഒന്ന് ആ നിലക്ക് നോക്കാൻ പോലും അദ്ദേഹത്തിന് വകുപ്പില്ല. അതാരെ കൊടുക്കേണ്ടത്? ഭാര്യയാണ്. ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങി ആ നിലക്ക് ശാരീരിക ആവശ്യം തോന്നിയപ്പോൾ ഉടനെ വരികയാണ്, ഭാര്യയെ സമീപിക്കുകയാണ്. ഏതൊരു സിറ്റുവേഷൻ ആണോ, ഹലാലായ നിലക്കുള്ള അവസ്ഥയാണോ, അത് ചെയ്തു കൊടുക്കണം എന്നാണ്. അവിടെയാണ് നിങ്ങളുടെ സ്വർഗം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളുടെ ഭർത്താവ് വിരിപ്പിലേക്ക് ക്ഷണിച്ച് നിങ്ങൾക്ക് വിസമ്മതിക്കാൻ യാതൊരുവിധ പ്രയാസവുമില്ല, അല്ലെങ്കിൽ ആ നിലക്കുള്ള ശർഈയായ ഒരു കാരണവുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും കുറുമ്പ് കാണിച്ച് മാറിക്കിടന്നാൽ ലഅനത്ഹൽ മലായികതു ഹത്താ തുസ്ബിഹ, എന്താ സുബഹിയാകുവോളം നിങ്ങളെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തഖ്വ നിലനിൽക്കണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കൂടിയേ തീരുന്നാണ്. അത് കൊടുക്കേണ്ടത് നിങ്ങളാണ്. വേറൊരാളിൽ നിന്നും ആഗ്രഹിക്കാൻ അദ്ദേഹത്തിന് വകുപ്പില്ല. അത് മനോഹരമായി കൊണ്ട് നിർവഹിക്കാൻ കഴിയണം തന്നെ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, രണ്ടു കൂട്ടർ ആ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരം കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ മക്കളോട് ഭർത്താവിനെ കുറിച്ച് എപ്പോഴും നല്ലത് പറഞ്ഞു കൊടുക്കണം, നല്ലത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഉപ്പാനെക്കുറിച്ച് മോശമായ ധാരണ മകൻക്കോ മകൾക്കോ കൈമാറുന്നൊരു സാഹചര്യം നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ വീടും കാര്യങ്ങളും എല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയണം. ഏതായിരുന്നാലും ഇൻഷാ അള്ളാഹ് മാതൃകാ ദമ്പതികളായിക്കൊണ്ട് മാറാൻ നമുക്ക് കഴിയണം. അതിന് പരസ്പരം ഒരു ധാരണ ഉണ്ടാകണം. എനിക്കും അവൾക്കും സ്വർഗത്തിൽ ഒരുമിക്കണം. അത് മാത്രം നമ്മൾ മുന്നിൽ കണ്ടാലും മതി. നാളെ സ്വർഗത്തിലേക്ക് പോണ സമയത്ത് വിളിച്ചു പറയുന്നതാണ്, ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. അല്ലേ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് പറയുന്നൊരു അവസ്ഥ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ബാധ്യതകൾ പരസ്പരം നിർവഹിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് നമ്മൾ പിന്നെ ആലോചിക്കുക. പരസ്പരം ബഹുമാനിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെയും ത്യാഗങ്ങൾ പരസ്പരം കണ്ടറിയുക, അതിന് നന്ദിയുള്ളവരായി തീരുക. പരസ്പരം പിന്തുണയും പ്രോത്സാഹനവും കൊടുക്കുക. ആരും ആരുടെയും ന്യൂനതകൾ അകാരണമായി കൊണ്ട് ചെയ്യാതിരിക്കുക. തെറ്റു തിരുത്താനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കുക. അദ്ദേഹം എൻ്റെ ഒരു ഫാൾട്ട് പറഞ്ഞെന്നോ അവൾ എൻ്റെ ഒരു ഫാൾട്ട് പറഞ്ഞെന്നോ അത് തിരുത്താനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക. സ്നേഹം വർദ്ധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പരസ്പരം നമ്മൾ
ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് കൂടിയാലോചിക്കുക. ഭർത്താവുണ്ട് ചെയ്യല്ല, അല്ലെങ്കിൽ ഭാര്യണ്ട് ചെയ്യല്ല, പരസ്പരം ഒന്ന് കൂടിയാലോചിക്കുക. അതേപോലെ തന്നെ മക്കൾക്ക് രണ്ടു കൂട്ടരും മാതൃകകളാവുക എന്നുള്ളതാണ്. ഒരു പുതിയ തലമുറ കുടുംബജീവിതം തന്നെ വേണ്ട എന്ന് തീരുമാനിക്കുന്നവർ ആരാ കാരണക്കാർ? പലതും കാരണമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് അവനവൻ്റെ കുടുംബജീവിതം എന്നാണ്. വാപ്പാൻ്റെ എല്ലാ സ്വസ്ഥയും സമാധാനവും എൻ്റെ ഉമ്മ കാരണം നഷ്ടപ്പെട്ടത്. എൻ്റെ ഉമ്മാൻ്റെ എല്ലാ പ്രതിസന്ധിക്കും കാരണം ഉമ്മൻ്റെ വാപ്പാനെ കെട്ടി എന്നുള്ളതാണ് എന്നടുത്തൊരു തലമുറ ചിന്തിക്കുന്നുവെങ്കിൽ അവർ ആരും ഇതിലേക്ക് വരൂല സുഹൃത്തുക്കളെ. അതുകൊണ്ട് എൻ്റെ ഉപ്പാൻ്റെ എല്ലാവിധ സുഖവും എൻ്റെ ഉമ്മയാണെന്നൊരു മകൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ മകൻ ആഗ്രഹിക്കുക ഇതുപോലത്തെ ഒരു ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നാണ്, അല്ലേ? എൻ്റെ ഉമ്മാൻ്റെ താങ്ങും തണലും എൻ്റെ ഉപ്പാനെ സ്വീകരിച്ചു എന്നതാണ് എന്നൊരു പെണ്ണ് നിങ്ങളെ വിലയിരുത്തുമ്പോൾ അവളും ആഗ്രഹിക്കുക എൻ്റെ ജീവിതത്തിനും താങ്ങും തണലുമായിക്കൊണ്ട് ഒരാൾ വരണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് മാതൃകയായിക്കൊണ്ട് നമ്മൾ ജീവിക്കുക, ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലേ? നോമ്പുകാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും അനർഘമായ നിമിഷങ്ങളിലൂടെ പോകുമ്പോൾ എന്തൊക്കെ പോരായ്മ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, എല്ലാം മാറ്റിത്തരാൻ റഹ്മാനായ റബ്ബിന് കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ദാമ്പത്യ ജീവിതം മനോഹരമായിക്കൊണ്ട് ദുനിയാവിലൊരു സ്വർഗമാണ് സുഹൃത്തുക്കളെ ഭാര്യയും ഭർത്താവും ഒത്തുമുള്ള ജീവിതം എന്ന് പറയുന്നത്. അതിനൊക്കെ അവസരം കിട്ടിയിട്ടും അത് അനുഭവിക്കാതെയാണ് നമ്മുടെ മരണമെങ്കിൽ നമ്മൾ വലിയ നഷ്ടത്തിലാണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും കണക്കാക്കിയ ആ ഇണയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച കണ്ട ആ ഹിക്മത്തുകൾ, അതിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം. വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക, ആദരിക്കുക, എല്ലാ നിലക്കും മാതൃകാപരമായൊരു ജീവിതം, ഒരു ദാമ്പത്യ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കേട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ നിരന്തരമായി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് പരിഹാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ചിരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ വന്നുപോയിട്ട് ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ എല്ലാവിധ നന്മകളും നീ സ്വീകരിക്കണമേ റഹ്മാനെ. പറഞ്ഞ കേട്ട ബോധ്യപ്പെട്ട കാര്യങ്ങൾ അല്ലാഹുവേ തിരുത്താനുള്ള വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. കൺകുളിർമയുള്ള ദാമ്പത്യ ജീവിതം മരണം വരെയും കെട്ടിപ്പടുക്കാൻ, മാതൃകാ ദമ്പതികളായിക്കൊണ്ട് മാറാൻ, മക്കൾക്ക് എല്ലാവർക്കും മാതൃക കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയണേ. അതിനനുസൃതമായ ജീവിതക്രമം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.